കഴിയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് അഗോറാഫോബിയ എന്ന് പറയുന്നത്. നമുക്കറിയാം, അഗോറാഫോബിയ എന്ന് പറയുന്നത് തിരക്കിനോടുള്ള ഭയം, അല്ലേ? അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനെ അഭിമുഖീകരിക്കാനുള്ള, അല്ലെങ്കിൽ അവരോട് ചേർന്ന് ഇടപഴകാനുള്ള ഒരു ഭയം. അതാണ് അഗോറാഫോബിയ എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മളെയൊക്കെ കാത്തിരിക്കുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു കൊറോണ കാലം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പതിവ് പോലെ പുറത്തിറങ്ങും, മറ്റുള്ളവരുമായി കോണ്ടാക്റ്റ് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സമൂഹത്തിലോട്ടിറങ്ങും. പക്ഷേ അപ്പോഴും നമ്മെ വിട്ടുമാറാത്ത ഈ ഒരു ഭയം നമ്മളിലുണ്ടാകും. അത് നമ്മുടെ ഇന്ത്യയിലെ നിന്നല്ല, ലോകത്തിലെ തന്നെ വ്യാവസായിക രംഗങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ചില മേഖലകളെ ഈ അഗോറാഫോബിയ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ അത്തരം മേഖലകൾ ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ മേഖലകളെ ആണ് നമ്മൾ അത്തരം അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ മേഖലകളിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഇത് തീർച്ചയായിട്ടും ഒരു ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റർ, നിങ്ങളൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അത് നമുക്ക് ഉപയോഗപ്പെടും, അത് ഉറപ്പാണ്. വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിങ്. ദിസ് ഈസ് ശ്രീകുമാർ. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു കുഞ്ഞധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു അഗോറാഫോബിയ എന്ന് പറയുന്നത് എന്താണ് എന്ന്. ഈ അഗോറാഫോബിയ പല മേഖലകളെയും ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ആ മേഖലകളെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാമായിരിക്കും. ഒന്നൊന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് മേഖലയാണ്. എൻ്റർടൈൻമെൻറ്റ് മേഖല എന്ന് പറയുമ്പോൾ തിയേറ്റേഴ്സ് വരും, അല്ലെങ്കിൽ തീം പാർക്സ് വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ ആ മേഖലകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിയേറ്റേഴ്സ്, ഇനോക്സ്, ലെഷോ, അതുപോലെ PVR, അതുപോലെ വണ്ടർല, അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഷെയർസിൽ ഒന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് അത് പെട്ടെന്ന് കയറാനുള്ള ചാൻസ് കുറവാണ്. ഒരുപക്ഷെ ഒരു വർഷത്തിന് ശേഷമൊക്കെ മികച്ച രീതിയിലേക്ക് എത്തിപ്പെട്ടേക്കാം. സോ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് അത്തരം സ്റ്റോക്കുകൾ വേണമെങ്കിൽ ചെറുതായിട്ട് പിക്ക് ചെയ്യാം. പക്ഷേ ഒന്ന് ഓർക്കുക, ഇവയൊക്കെ തിരിച്ച് ആ പഴയൊരു ബൂമിലോട്ട്, അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ ട്രെൻഡിന് വേണ്ടി കാത്തിരിക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. ഒരുപക്ഷെ ഒന്നോ അതിലധികമോ വർഷങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നേക്കാം. അതാണ് ആദ്യത്തെ ഒരു സെക്ടർ എന്ന് പറയുന്നത്. മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് എൻജിനീയറിംഗ്, സിമെൻറ്റ്, കൺസ്ട്രക്ഷൻ. ഈ ഒരു 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു 3 മേഖലകളാണ് അടുന്നത്. ഒരുപക്ഷെ അടുത്തൊരു 6-7 മാസത്തേക്ക് ഈ മേഖലകൾ കാര്യമായിട്ട് വളരാനുള്ള ചാൻസ് കുറവാണ്. അത് നമുക്ക് ഏപ്രിൽ, മെയ്, ജൂൺ, ഈ ഒരു AMJ റിസൾട്ട് വരുമ്പോൾ, ഏപ്രിൽ, മെയ്, ജൂൺ ക്വാർട്ടറിലെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഭയങ്കരമായിട്ടുള്ളൊരു പ്രോഫിറ്റിൽ ഡിപ്പുണ്ടാകും. അത് തൊട്ടടുത്ത വർഷങ്ങളെയും തൊട്ടടുത്ത ക്വാർട്ടറുകളെയും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ഷെയർസ് നോക്കി വെച്ചിരിക്കുക. ബിക്കോസ് അത് ഷോർട്ട് ടേമിന് പരിഗണിക്കുന്നതിനേക്കാൾ ലോങ് ടേമിന് പരിഗണിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡിന് ഈ പറഞ്ഞ എല്ലാ സ്റ്റോക്കുകളും അതിൻ്റെ ആ ഒരു വാല്യുവേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഡെയിലി മൂവ്മെൻറ്റ് വെച്ച് നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാം. സിമെൻറ്റ്, അതുപോലെ എൻജിനീയറിംഗ്, മംഗളം സിമെൻറ്റ്, ഇന്ത്യ സിമെൻറ്റ്, അതുപോലെ തന്നെ LT, GE പവർ, രാംകോ സിമെൻറ്റ്, അത്തരം സ്റ്റോക്കുകളൊക്കെ വരുന്നത് ഈ ഒരു എൻജിനീയറിംഗ്, അല്ലെങ്കിൽ സിമെൻറ്റ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും എപ്പോൾ റിക്കവർ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമ്മുടെ ഈ കൊറോണ കഴിഞ്ഞിട്ട്, കൊറോണ കാലഘട്ടം കഴിഞ്ഞ്, അതായത് ഒരു 6 മാസം നമുക്ക് വെച്ചാൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 6 മാസത്തിനുള്ളിൽ ഇതൊക്കെ മാറുമെന്നാണ് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു മേഖല റിക്കവർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു LT ഒക്കെ ഒരു 750-800 എത്തിയാൽ തീർച്ചയായിട്ടും നമുക്കൊരു 1-2 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 1-1.5 വർഷം കൊണ്ട് ഏകദേശം ഒരു 100% റിട്ടേൺ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം മാർച്ചിൽ 750 എങ്ങോട്ട് എത്തിയായിരുന്നു LT ലാൽസൺ ടാബോ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു 700, അല്ലെങ്കിൽ അതിന് താഴെ ഏത് ലെവൽ കിട്ടിയാലും അതൊരു 100% റിട്ടേൺ കിട്ടുന്ന തരത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള, മികച്ച പറയുന്ന പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. മറ്റ് സ്റ്റോക്കുകളെക്കുറിച്ച് തീർച്ചയായിട്ടും നന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യാം. ഞാൻ ഈ സ്റ്റോക്കുകളുടെ പേര് പറയുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പോയിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ നോക്കുക. ടെക്നിക്കൽ അനാലിസിസ് നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം എല്ലാം ഏറ്റവും സപ്പോർട്ട് സോണിലും, അല്ലെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ പിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. മറ്റൊരു മേഖലയെന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയാണ്. അപ്പോൾ അതിൽപ്പെട്ട കമ്പനികളൊക്കെ തീർച്ചയായിട്ടും അടുത്ത ഒരു 1-1.5 വർഷം വരെ സ്ട്രഗിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. അത്തരം ഒരു ഷോർട്ട് ടേമിന് പരിഗണിച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ അതിൽ പ്രധാനമായിട്ടും വരുന്നത് തോമസ് കുക്ക്, അല്ലെങ്കിൽ ട്രാൻസ്കോർപ്പ്, അതുപോലെ തന്നെ കോക്സ് ആൻഡ് കിങ്സ്,
ക്രൗൺ ടൂസ്, VMV ഹോസ്പിറ്റൽസ് സ്റ്റോക്കുകളൊക്കെ ഒന്ന് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യുക. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ എസ്പെഷ്യലി ഈ പറയുന്ന ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ വരുന്ന എല്ലാ സ്റ്റോക്കുകളും കോഷ്യസ് ആയിട്ട് എടുക്കുക. ഓഫ് കോഴ്സ് ലോങ് ടേമിന് ഇതെല്ലാം വളരെ നല്ലതാണ്, പക്ഷേ ഒരു ഷോർട്ട് ടേമിന് നമുക്കിതൊന്ന് പരിഗണിക്കുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല എന്നാണ് എനിക്ക്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് മേഖലയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു അവസ്ഥ കഴിയുമ്പോൾ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ അഗോറാഫോബിയ കൂടിയൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എസ്പെഷ്യലി മിഡിൽ ക്ലാസ്, അതായത് ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ വലിയൊരു വിഭാഗം ആൾക്കാർ കാർ എടുക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. അതായത് ഈ ഊബർ മോലേക്ക് വന്നപ്പോൾ നമ്മളിൽ പലരും സ്വന്തമായിട്ടൊരു കാറ് ചിലപ്പോൾ ഒരു കാറുള്ളവർക്ക് ഒന്നുകൂടി വാങ്ങണമെന്നുള്ള ചിന്തയുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു 50-50 മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർ പേഴ്സണൽ വെഹിക്കിളിന് ഓപ്റ്റ് ചെയ്യും. അതായത് കാറോ അല്ലെങ്കിൽ എന്താ പറയുക 2 വീലറോ അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയുക സെഡാനോ അങ്ങനെയുള്ള ഇത്തിരി ചെറുതും വലുതുമായിട്ടുള്ള വാഹനങ്ങൾ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് മാറിയതിന് ശേഷം, അതായത് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ അങ്ങനെയായിരിക്കും. അതായത് കൂടുതൽ പേര് ചിലപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിലോട്ടേക്ക് പോയേക്കാം. ഈ ഊബറും ഓലയിലുമൊക്കെ ഈ ഒരു കൊറോണ കൂടി വന്നു. അപ്പോൾ ഇനി അടുത്തൊരു കൊറോണ കൂടി വന്നാൽ സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ആ ഒരു ചിന്താഗതി നമ്മുടെ ആൾക്കാരിലൊക്കെ, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ അത്തരം ഒരു പേഴ്സണൽ വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് വളർത്തിയെടുത്തേക്കാം, അല്ലെങ്കിൽ ആ ഒരു ചിന്താധരണി ശക്തിപ്പെട്ടേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന വെഹിക്കിൾ സെക്ടറിന് തന്നെയാണ് നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സ്, അശോക് ലൈലാൻഡ്, ഐഷർ, അതുപോലെ പല കമ്പനീസുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എനിക്ക് തോന്നുന്നത് 70 കിടക്കുവാണ്. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ഇത്തരം ഓട്ടോമോട്ടീവ് മേഖലയിലുള്ള കമ്പനികൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഷോർട്ട് ടേമിൽ ഒരു 6-7 മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡ് തന്നെയാണ്, അല്ലെങ്കിൽ മേഖല തന്നെയാണ് ഓട്ടോമോട്ടീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളുടെ ഉപയോഗം ഇനി കുറയും, അല്ലെങ്കിൽ കുറയാനാണ് സാധ്യത. അഗോറോഫോബിയയുടെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻ്റായിട്ട് ഇലക്ട്രിക് വെഹിക്കിളോ മറ്റു വാഹനങ്ങളോ ഒക്കെ മേടിക്കുന്നതിനുള്ളൊരു അവസ്ഥയിലോട്ട് മാറുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് സെക്ടറാണ്. ഇപ്പോൾ ഗതി കാർഗോ അല്ലെങ്കിൽ ബ്ലൂ ഡാർട്ട് അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഒരുപാട് ഇടിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മൂവ്മെൻറ്റ് ആൾമോസ്റ്റ് സ്റ്റോപ്ഡാണ് എന്ന് തന്നെ പറയാം, അവശ്യ സാധനങ്ങൾ ഒഴികെയുള്ളത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടേം ഒരു 6-7 മാസത്തിന് ശേഷം അത് പെട്ടെന്ന് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഷെയറുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ലോങ് ടേം അല്ല, ഒരു 6-7 മാസത്തിന് ശേഷം അത് പെട്ടെന്ന് കയറുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഗതി കാർഗോ, ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, അതുപോലെ തന്നെ ജസ്റ്റ് നോക്കുക, അതിൽ നല്ലൊരു സ്കാനർ ഉപയോഗിക്കുക. ഏറ്റവും കൂടുതൽ ക്വാർട്ടർ സെയിൽസ് ഉള്ളത്, അല്ലെങ്കിൽ റിട്ടേൺ ഓവർ ഇക്വിറ്റി കൂടുതലുള്ള, EPS കൂടുതലുള്ളത്, PE റേഷ്യോ കുറവായിട്ടുള്ള, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഡെപ്റ്റ് കുറവായിട്ടുള്ളതുമായിട്ടുള്ള നല്ല കമ്പനികൾ സെലക്ട് ചെയ്ത് അത് 1-2 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഈവൻ ഈ ഡിപ്പ് വരുന്ന സമയത്ത് എന്തായാലും നല്ലൊരു ഡിപ്പ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏപ്രിൽ, മെയ്, ജൂൺ ആ ക്വാർട്ടറിലായിരിക്കും കൂടുതൽ ഡിപ്പ് അനുഭവപ്പെടുന്നത്. ബാലൻസ് ഷീറ്റിലൊക്കെ അല്ലെങ്കിൽ കിട്ടുന്ന കമ്പനികളുടെ റിസൾട്ടിലൊക്കെ അത് പ്രതിഫലിക്കുന്നത് ആ ഒരു ക്വാർട്ടറിലാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഡിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ഡിപ്പുകളിലൊക്കെ മാക്സിമം നല്ല ഷെയറുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക. തീർച്ചയായും ലോജിസ്റ്റിക് സെക്ടറിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു ഷോർട്ട് ടേമിന് നമുക്ക് പരിഗണിക്കാവുന്നത്. മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടറാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അമേരിക്കയ്ക്ക് ബോംബുകളും അല്ലെങ്കിൽ അണുവായുധങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ പാരസെറ്റമോൾ പോലും ഇല്ല, അമേരിക്കയുടെ കയ്യിൽ ഇല്ല എന്നുള്ള വസ്തുത തമാശയ്ക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു നടന്നത്, അല്ലെങ്കിൽ നമ്മൾ ഞെട്ടലോടെ കണ്ട ഒരു സത്യമാണ്, അല്ലേ? മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഒരുപാട്, അല്ലെങ്കിൽ എന്താ പറയുക, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ റിസർച്ചിനും അതുപോലെ ഇതിലുള്ള അതിൻ്റെ ഫെസിലിറ്റിക്കും എല്ലാം ഒരുപാട് നീക്കിയിരുപ്പ് നടത്താൻ പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഒരുപക്ഷെ പ്രതിരോധത്തിനും മേളിൽ ഈ ഹെൽത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ തയ്യാറായിരിക്കും. ഓഫ് കോഴ്സ് ഇന്ത്യ അതിനുവേണ്ടി ആൾറെഡി ചെയ്യുന്നുണ്ട്. ഇന്ത്യയും തയ്യാറായിരിക്കും. ഒരുപാട് ഹോസ്പിറ്റൽ ശൃംഖലകളും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാം തന്നെ ഒരുപാടായിട്ട് ഈ ഒരു അവസ്ഥയ്ക്ക് ശേഷം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സൺ ഫാർമ, സിപ്ല, ബയോകോൺ, ടൊറൻ ഫാർമ,
അരവിന്ദോ ഫാർമ, ഇങ്ങനെയുള്ള ചില ഫാർമ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അവയൊക്കെ നല്ല ഡിപ്പിൽ, ഇതിൽ ഏതിൻ്റെ ഫണ്ടമെൻ്റലി നോക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന പേരുകൾ പറയുന്നതേ ഉള്ളൂ. ഞാനതൊരു ഫണ്ടമെൻ്റൽ അനാലിസിസും നടത്തിയിട്ടില്ല. ഇത്തരം കമ്പനികൾ, ഈ സെക്ടറിൽ വരുന്ന കമ്പനികൾ നോക്കി വയ്ക്കുക. അതിൽ മികച്ച കമ്പനികളിൽ ആ ഡിപ്പ് കിട്ടുമ്പോൾ നല്ല ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ദിസ് ഇസ് എസ്പെഷ്യലി ഫോർ ഇൻവെസ്റ്റേഴ്സ്. ബിക്കോസ് ഫാർമ ഒരുപാട് കയറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇനിയൊരു ഡിപ്പ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നല്ല ഫ്യൂച്ചറുള്ള കമ്പനികളാണ് ഈ ഒരു ഫാർമ സെക്ടറിൽ വരുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ വരുന്നത്. മറ്റൊരു മേഖല എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ ഈ ലോക്ക്ഡൗണും അല്ലെങ്കിൽ ഈ കൊറോണ കാരണമൊക്കെ വൺ ചേഞ്ച് ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവായി മാറാൻ പോകുന്നൊരു മേഖല എന്ന് പറയുന്നത് ടെലികോം മേഖലയാണ്. നമുക്കറിയാം, ഓഫീസുകളിലെ മീറ്റിങ്ങുകളെല്ലാം വെബെക്സിലൂടെയായി അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെയായി, അല്ലെങ്കിൽ ഈവൻ മുഖ്യമന്ത്രി വരെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായിട്ട് നടത്തുന്നത് വീഡിയോ കോൺഫറൻസിംഗ് ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കോസ്റ്റ് കട്ട് ചെയ്ത് ഇത്തരം ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള കോൺഫറൻസുകളും കമ്മ്യൂണിക്കേഷനും എല്ലാം കൂടുതലായി നടക്കും. അപ്പോൾ അവിടെ കൂടുതലും ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഐഡിയ, വോഡാഫോൺ അല്ലെങ്കിൽ ടെലികോം കമ്പനികൾ ഇപ്പോൾ അത്യാവശ്യം അവരുടെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബാൻഡ് വിഡ്ത്ത് ബിസിനസ് പരമായിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് കൂടെ കൂടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടെലികോം മേഖലയ്ക്ക് മികച്ച സാധ്യതകളാണ് കാണാൻ സാധിക്കുക. അതുപോലെ ഈ ഒരു കൊറോണ കാലഘട്ടം കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലൊരു ഷോക്ക് നൽകിയിരിക്കുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖലയാണ്. അപ്പോൾ ഈ റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇനി എന്തായാലും അതൊന്ന് റിക്കവർ ചെയ്ത് വരാൻ നമ്മളിതൊക്കെ മറക്കണം. ഏകദേശം 1 വർഷം കഴിയും. സോ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ തീർച്ചയായിട്ടും അതൊക്കെ നല്ലതാണ്. അപ്പോൾ വളരെ ചീപ്പ് വാല്യൂഷനിൽ കിട്ടുമെങ്കിൽ ആഡ് ചെയ്യുക. പക്ഷേ ഒരു ഷോർട്ട് ടേം റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ആഡ് ചെയ്തത്. കാരണം ഇതൊക്കെ സമയമെടുക്കും, ഇതൊക്കെ തിരിച്ചു വരാനും. ഇനി ഇപ്പം തന്നെ ഒരുപാട് പേർക്ക് ജോലിക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക നില തന്നെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചൊന്ന് റിക്കവർ ചെയ്യാൻ ചിലപ്പോൾ 1-2 വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. സോ അത് കോഷ്യസായി എടുക്കുക. അതുപോലെ തന്നെ ഡിപ്പിൽ അത്തരം നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകളുണ്ടെങ്കിൽ ഡിപ്പിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇല്ല, ഒരുപക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ അത് കുറച്ചെങ്കിലും സഹായിച്ചേക്കും. നിങ്ങൾക്ക് ഇത് കുറച്ചെങ്കിലും ഉപയോഗപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ആൾ. മറ്റൊരു എപ്പിസോഡുമായി വരുന്നവരെ